അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് ആൻഡ് സ്പൈസ് റൈസ് റോളാണ്. വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള റോളാണിത്. അപ്പം ഈ ഒരു റോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അരി അരച്ചുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒറോട്ടീൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എന്താ പറയുക, വാട്ടിപ്പത്തിലിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ടല്ലോ, വാട്ടിയെടുക്കുന്നുണ്ടല്ലോ അരി, അതേപോലെ അങ്ങനെയും കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത അരിമാവിലേക്ക് സ്വീറ്റായിട്ടുള്ള മസാല, അതായത് തേങ്ങയും വെല്ലവും വിളയിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ടും, പിന്നെ അതുപോലെ തന്നെ സ്പൈസായിട്ട് ചിക്കനും തേങ്ങയും ഒക്കെ ചേർത്തിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ടും ആണ് ഞാനിത് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് റൈസ് റോളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യം സ്വീറ്റ് മസാലക്കുള്ളത്, അതായത് സ്വീറ്റ് മസാല എന്ന് നമ്മൾ ഇതിനെ പറയില്ല, പണ്ടം എന്നാണ് പറയുക. തേങ്ങ പണ്ടം അല്ലെങ്കിൽ വെല്ലപ്പണ്ടം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെല്ലം ഞാനിപ്പം നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3 ആണി വെല്ലം ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഉരുക്കിയ ശേഷം അരിച്ചെടുക്കണം. വെല്ലം എപ്പോഴും ഉരുക്കിയാൽ കുറച്ചൊന്ന് എന്തായാലും അതിൽ പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു ഫൈനായിട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പം കല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുത്ത വെല്ലത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങ് വിളയിച്ചെടുക്കാം. നന്നായിട്ട് ആ ഒരു തേങ്ങ വെള്ളം നന്നായിട്ട് കുടിച്ച് ടൈറ്റാകുന്നത് വരെ, ആ ഒരു വെല്ലത്തിലുള്ള വെള്ളമൊക്കെ തേങ്ങയിൽ പിടിക്കുന്നത് വരെയും നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഏലക്കായ ചതച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ആയാലും ഒന്നെല്ലാം കൂടെ ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ കടലപ്പരിപ്പ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഴം അരിഞ്ഞിട്ട്, നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ മസാലകൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുക. ഞാനിപ്പം പ്ലെയിനായിട്ട് ഈ ഒരു വെല്ലവും തേങ്ങയും മാത്രം വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വെല്ലം തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ട് ടൈറ്റായി വരും. ആ ഒരു വെല്ലത്തിൻ്റെ വെള്ളമൊന്നും കാണാനുണ്ടാവില്ല. അങ്ങനെ ഒന്ന് ടൈറ്റായി വരുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെല്ലത്തിൻ്റെ മസാല അല്ലെങ്കിൽ വെല്ലത്തിൻ്റെ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളപ്പണ്ടം മാറ്റി വെച്ചിട്ട് ഇനി ഞാനിപ്പം ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ഓയിൽ മതിയാവും. അതിലേക്ക് ആദ്യം കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് നുറുക്കിയിട്ട് അങ്ങ് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് ഞാനിപ്പം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇതിലൊരു മഞ്ഞ കളറിലുള്ള ആ ഒരു പണ്ടമാണ് ഉണ്ടാക്കാറ്, ഒരു മസാലയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർക്കാറില്ല. ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു മസാല എത്ര വേണോ അതിന് കണക്കായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പം തേങ്ങ എല്ലാത്തിലും പിടിച്ച ആ ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. തേങ്ങ ഒരുപാടൊന്ന് കളറൊന്നും മാറുന്നത് വരെ ഒന്നും വഴറ്റണമെന്നില്ല, ജസ്റ്റ് ഒന്നെല്ലാം പിടിച്ച് വരും. പിന്നെ ആ ഒരു ചൂടും കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ തേങ്ങയും ഉള്ളിയൊക്കെ നമ്മൾ അട തിന്നുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു മസാലയിലായിട്ട് വരേണ്ടത്. അപ്പോൾ ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറിയ പീസാക്കിയ ചിക്കൻ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പം 2 മസാലകളും ഇപ്പം റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് മസാലയും അതുപോലെ ഈ സ്പൈസി ആയിട്ടുള്ള മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അട ഉണ്ടാക്കാനായിട്ട് അരിമാവ് വേണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒറോട്ടിക്ക് നമ്മൾ അരച്ചെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു അരിമാവാണ് എടുത്തിട്ടുള്ളത്. ഒറോട്ടിക്ക് അരക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒറോട്ടിക്ക് അരക്കുന്നതെന്നും ഒറോട്ടി ചുടുന്നതെന്നും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അത് കാണാത്തവർ ആ വീഡിയോസ് കാണണം. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ പറയാം എങ്ങനെയാണെന്നുള്ളത്. നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് പുഴുങ്ങലരി കുറച്ചിട്ടിട്ട് കുതിർത്ത് വെക്കണം. പുഴുങ്ങലരി എന്ന് പറയുന്നത് നമ്മൾ ചോറ് വെക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല. നന്നായി കുതിർന്ന് വന്നതിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അഥവാ ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. അത്രയേ വേണ്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഒറോട്ടിക്ക് അരി അരച്ചെടുക്കാറ്. ഇനി അതല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ, അതായത് പുഴുങ്ങലരീൻ്റെ പൊടി നമ്മൾ പൊടിച്ചെടുക്കുന്നത് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ്
പുഴുങ്ങലരി പൊടിപ്പിക്കുന്നതെന്ന് ആ വീഡിയോ കാണുക. എന്നിട്ട് എല്ലാവരും വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുക. ആ ഒരു പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ ഒറോട്ടിൻ്റെ മെത്തേഡിൽ അരച്ചെടുത്ത അരിയാണ്. ഒരു വലിയ ബോൾ ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു കവറിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. വാഴ ഇലയിലല്ലാണ്ട് കവറിലോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ പരത്തിയെടുക്കുക. നന്നായി പരത്തിയെടുത്തിട്ട് ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒരേ സൈസിലാക്കി വെച്ചിട്ട് അങ്ങനെ അങ്ങ് പരത്തിയെടുക്കണം. അപ്പം കവർ മടക്കിയിട്ട് അങ്ങനെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പം എല്ലാം ഒരേ സൈസിൽ തന്നെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ തന്നെ അങ്ങ് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊരു നീളമുള്ള റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയത്. അതല്ലെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ട് ചെറിയ സൈസിലാണെങ്കിൽ സ്ക്വയറാക്കിയിട്ട് കൊടുത്താലും മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ചിക്കൻ്റെ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പരത്തിയ അരിമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കിയിട്ട് തന്നെ ഞാനിപ്പം ആ ഒരു ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ്റെ മസാല ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഗോതമ്പിൻ്റെ മാവോ അല്ലെങ്കിൽ മൈദ മാവോ പോലെയല്ല, അരിമാവാകുമ്പം തൊടുമ്പോൾ തന്നെ അതങ്ങ് പൊട്ടിപ്പൊടിഞ്ഞ പോലെയായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. നന്നായി റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒന്നങ്ങ് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു റൗണ്ടായിട്ട് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് സൈഡും ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും ഞാനിപ്പം ചെറുതായിട്ട് ആ അരിമാവ് മാത്രം അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈവൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം വേവിക്കാനായിട്ട് കുറച്ച് നീളമുള്ളതായതുകൊണ്ട് വലിയൊരു ഉരുളിയാണ് എടുത്തത്. അതിൽ ഒരു തട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ ഞാനിപ്പോൾ ആ ഒരു എന്താ പറയുക നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ റോൾ, റൈസ് റോൾ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ അപ്പോൾ നേരത്തെ പോലെ തന്നെ അരി നന്നായിട്ട് റെക്റ്റാങ്കിളായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഈ സ്വീറ്റ് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പം രണ്ട് സൈഡിലും എന്തായാലും മസാലകൾ ഉണ്ടാവില്ല, വെറും അരിമാവ് മാത്രമാണല്ലോ ഉണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇനി ഇതും ആവിത്തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഞാനിപ്പം ഉണ്ട പോലെ ആക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം സൈഡ് ജോയിൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ഒന്നങ്ങ് കൂട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് എന്താ പറയുക വിടർന്നിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അട റോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വാഴയിലേൻ്റെ കളറൊക്കെ കണ്ടോ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയാൽ കുറച്ചൊന്ന് ചൂടാറിയെങ്കിൽ മാത്രമേ നമുക്കിത് എടുത്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ. ഇല്ലേ നല്ല ചൂടാകുമ്പം ആ ഒരു നീളമുള്ളത് കൊണ്ട് പൊള്ളുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്ത് വെക്കാൻ കഴിയില്ല. കുറച്ചൊന്ന് ചൂടാറിയാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം സ്വീറ്റ് റോൾ ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സ്വീറ്റ് മസാല അരിയിൽ വരുമ്പം സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഇലയട. അപ്പം ഇന്ന് ഇലയടക്ക് ആ ഒരു അടൻ്റെ ഷേപ്പിന് പകരം ഞാൻ റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഷേപ്പിനും ടേസ്റ്റിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക. അപ്പം തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി റൈസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാസ്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ ഡിന്നറിന് പോലും നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. പിന്നെ ഏറ്റവും ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഒരുപാട് എന്താ പറയുക ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാനും തിന്നാനും പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൻസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.